മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ മഹനീയമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും തെളിമയാർന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ടോളറൻസ് അല്ലെങ്കിൽ മതസഹിഷ്ണുത എന്നത്. ഭാരതീയരായ നമ്മൾ മതസഹിഷ്ണുതയിൽ ഊറ്റം കൊള്ളുകയും അഭിമാനത്തോടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് മതസഹിഷ്ണുത അസഹനീയമായ രീതിയിൽ കുറഞ്ഞു വരുന്നു എന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദുഃഖിതരാക്കുന്നുണ്ട്. അതിൻ്റെ വർത്തമാനകാല ചിത്രമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത്. ഛത്തീസ്ഗഡിൽ എല്ലാവിധ കൃത്യമായ രേഖകൾക്കൊപ്പം പെൺകുട്ടികളുമായി യാത്ര ചെയ്ത നമ്മുടെ 2 സന്യസ്തരെ ജനക്കൂട്ടം തടഞ്ഞു വയ്ക്കുകയും അത് ജനക്കൂട്ട വിചാരണയ്ക്ക് അവരെ പാത്രമാക്കുകയും ചെയ്തു. ഭരണഘടന സമ്പന്നമാണ്, ശക്തമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഭാരതത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുവാൻ ഭരണഘടനയിലെ ഒരു വകുപ്പ് പോലും അനുവദിക്കുന്നില്ല. ഈ രാജ്യത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നേരിടുവാൻ ശക്തമായ നിയമങ്ങളുണ്ട്. ആരെങ്കിലും നിയമം ലംഘിക്കുന്നുണ്ട് എന്ന് അതിന് അധികാരമുള്ളവർ കണ്ടെത്തിയാൽ തക്കതായ ശിക്ഷ നിയമലംഘകർക്ക് കൊടുത്താൽ ആരും ഇവിടെ ശബ്ദമുയർത്താനില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ നടന്നത് ഇതൊന്നുമല്ല. ഉത്തരേന്ത്യയുടെ അവകിസിതമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള തികച്ചും പ്രാകൃതമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ പ്രദേശത്ത് വെളിച്ചമെത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ അവർ പറയും, ക്രൈസ്തവ മിഷണറിമാരാണ് വെളിച്ചവുമായി ഈ പ്രദേശത്ത് ആദ്യമായി കടന്നു വന്നത് എന്ന്. അതിനൊരു നേർസാക്ഷി കൂടിയാണ് ഞാൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഇന്നും അവർ ഇന്ത്യയുടെ ഭാഗമായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ള സംശയം നമുക്കുണ്ടായാൽ നമ്മെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്ന് ഒരു ശരാശരി ഇന്ത്യക്കാരന് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, നിയമത്തിൻ്റെ പരിരക്ഷ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ സാധാരണക്കാരായ അവികസിതമായ പ്രദേശങ്ങൾ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും സങ്കടകരവും അതിലുപരി പ്രതിഷേധാർഹവുമായ കാര്യമാണ്. അവരുടെ ശബ്ദങ്ങൾക്ക് കരുത്തു പകരുവാൻ, അവരുടെ അന്ധകാരത്തിൽ അവർക്ക് വെളിച്ചം നൽകുവാൻ കടന്നു ചെന്നവരാണ് ക്രൈസ്തവ മിഷണറിമാർ. അവരുടെ ആരുടെയും ലക്ഷ്യം മതപരിവർത്തനമല്ല, മറിച്ച് മനുഷ്യരായി ജീവിക്കുവാൻ ആ പ്രദേശത്തെ ജനങ്ങളെ സജ്ജമാക്കുക എന്നത് മാത്രമാണ്. പക്ഷേ അതിനെ വക്രീകരിച്ചും അതിനെ വികലമാക്കിയും ചിത്രീകരിച്ച് അവർ നിയമലംഘകരായി ഒരു കൂട്ടം ആളുകൾ കാണുകയാണ്. അതാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്. നമ്മുടെ സന്യസ്തർ അവർ നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവവേലയ്ക്ക് വയലുകളിലേക്ക് ഇറങ്ങിയവരാണ്. ഒരു ശക്തിക്കും അവരെ തടയുവാൻ സാധിക്കുകയില്ല. കാരണം അവർ മരണത്തെ ഭയക്കുന്നവരല്ല. അവർ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അവർ ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന് വേണ്ടിയുള്ളവരാണ് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഈ സന്യസ്തരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളോ ചില പ്രയാസങ്ങളോ ഉണ്ടായാലും അവരുടെ കർമ്മത്തിൽ നിന്നും കർത്തവ്യത്തിൽ നിന്നും ആരെയും അവരെ വ്യതിചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി ധീരമായി അവർ ആ നാടുകൾ തന്നെ ഉണ്ടാകും. ഇവർ കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ
ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ പരിതാപകരമായിരുന്നേനെ. അവർക്ക് ഇപ്പോഴും താമസിക്കാൻ ശരിയായ വീടുകളില്ല, ധരിക്കുവാൻ മാന്യമായ വസ്ത്രമില്ല, പഠിക്കുവാൻ സംവിധാനങ്ങളില്ല, യാത്ര ചെയ്യുവാൻ റോഡുകളില്ല, ആരോഗ്യ പരിചരണത്തിന് ആശുപത്രി സംവിധാനങ്ങളില്ല. മാരകമായ രോഗം ബാധിച്ചാൽ പ്രാകൃതമായ രീതിയിലാണ് ഇപ്പോഴും ചികിത്സാ വിധികൾ അവിടെ നടക്കുന്നത്. ഇതിനെല്ലാം മാറ്റം കുറിക്കുവാൻ വേണ്ടിയാണ്, അവരെ മനുഷ്യരായി കാണുവാൻ വേണ്ടിയാണ്, അവരുടെ ജാതി നോക്കിയല്ല, അവരുടെ മതം നോക്കിയല്ല, നാളുകളിൽ അവർ ക്രൈസ്തവരാകും എന്നുള്ള പ്രതീക്ഷയിലുമല്ല നമ്മുടെ സന്യസ്തർ, നമ്മുടെ മിഷണറിമാർ ആ ഭാഗത്തേക്ക് കടന്നു ചെന്നത്. മറിച്ച് അവിടെ അവരെ മനുഷ്യരാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം അവർക്ക് നൽകുക, തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്കും എത്തിക്കുക, ഇത് മാത്രമാണ് ക്രൈസ്തവ മിഷണറിമാരുടെ ലക്ഷ്യം. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 സന്യസ്തർക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ തിളങ്ങുന്നുവെന്നും ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടുവെന്നൊക്കെ നമ്മൾ വീമ്പ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതിൻ്റെയൊക്കെ നേട്ടം, ഭരണഘടനയുടെ സംരക്ഷണം ഇവിടുത്തെ ഒരു സാധാരണ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഈ രാജ്യത്ത് നിയമം പാലിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതവർക്ക് ലഭിക്കുക തന്നെ വേണം. ഏതെങ്കിലും കാരണം പറഞ്ഞ് പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുന്നത് പോലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ മതം മാറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നുള്ള ആരോപണം അവരുടെ മേൽ ചാർത്തി നൽകിക്കൊണ്ട് അവരെ കുറ്റക്കാരായി വക്രീകരിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നിയമം അനുസരിച്ച് അവരെ ശിക്ഷിക്കട്ടെ. മറിച്ച് അവർക്ക് അവരുടെ യാത്ര ചെയ്യുവാനുള്ള രേഖകൾ, അവരുടെ കൂടെ കൊണ്ടുപോകുന്ന കുട്ടികളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ, ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതപത്രം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ യാത്ര നിയമാനുസൃതമാണ് എന്ന് പറയാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ നിയമത്തിൻ്റെ മുൻപിൽ നിന്ന് മറച്ചുവെച്ച് ഇവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ഒരു ജനസമൂഹം ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് പരിഷ്കൃതമായ ഇന്ത്യക്ക് യോജിച്ച പ്രവൃത്തിയല്ല. അതുകൊണ്ട് വളരെ കരുതലോടെ, ശ്രദ്ധയോടെ നമുക്ക് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കുവാൻ സാധിക്കണം. ഭരണഘടനയുടെ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കണം. ഭരണഘടനയുടെ പ്രയോജനം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നു വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനം തന്നെയായിരിക്കും അപകടത്തിലാവുന്നത്. അങ്ങനെ വന്നാൽ പരിഷ്കൃത ഒരു സംസ്കാരത്തിൽ നിന്ന് അപരിഷ്കൃതമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ വീണുപോകും എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഈ ദുരന്തം നമുക്കുണ്ടാകാതിരിക്കുവാൻ ഞാൻ പറയുന്നത്, ജനപ്രതിനിധികളും നിയമപാലകരും കണ്ണു തുറന്ന് ഈ രാജ്യത്ത് ജീവിക്കണം. ഏതെങ്കിലും പ്രവർത്തനങ്ങളെ എതിർക്കാനുണ്ടെങ്കിൽ ജനാധിപത്യപരമായി നമുക്കതിനെ എതിർക്കാം. പക്ഷേ അതിനെ തമസ്കരിക്കുവാനും അതിനെ തച്ചുടയ്ക്കുവാനും സാധാരണക്കാരുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്താൽ നമ്മുടെ നിയമ സംവിധാനമായിരിക്കും, ഭരണഘടനയായിരിക്കും ഈ രാജ്യത്ത് തകർന്നു വീഴുന്നത്. അത് ദുഃഖകരമായ കാര്യമാണ്, അതിലുപരി പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണം. ആരെങ്കിലും നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. ഒപ്പം തന്നെ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ ഭരണഘടന നൽകുന്ന അവകാശം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ഉറപ്പുവരുത്തുകയും വേണം.